സാരംഗ് തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സാരംഗ്, ഇതാ VR അനൂപ് കോൺഗ്രസിന്റെ വക്താവ് മുഖ്യമന്ത്രി VD സതീശനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ഈ ഹിന്ദു ഐക്യവേദി നേതാക്കളോട് കാണിച്ച അനുഭാവം അത് KSU നേതാക്കളോട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ രൂക്ഷമായിട്ടുള്ള വിമർശനം. സാരംഗ്, വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി VD സതീശന്റെ പല തീരുമാനങ്ങൾക്കുമെതിരെ കോൺഗ്രസിനുള്ളിൽ പല കോണുകളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. എന്താണ് VR അനൂപ് ഉന്നയിക്കുന്ന പ്രധാന വിമർശനങ്ങൾ? അക്ഷയ്, ഈ സംഭവം നമുക്കറിയാം, നേരത്തെ തന്നെ ഇതൊരു വിവാദമായ വിഷയമായിരുന്നു. അതായത് ഗവൺമെന്റ് ലീഡറായിട്ട് RSS പ്രവർത്തകനായിരുന്ന DS ശരത്തിനെ നിയമിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോഴിതാ കോൺഗ്രസിന്റെ വക്താവ് കൂടിയായിട്ടുള്ള VR അനൂപ് പരസ്യമായിക്കൊണ്ട് തൻ്റെ ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രി VD സതീശനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയത്. അത് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി VD സതീശനും അതോടൊപ്പം VD സതീശൻ ഹിന്ദു ഐക്യവേദി നേതാക്കളായ ശശികല, PK ശശികല, അതോടൊപ്പം തന്നെ RV ബാബു എന്നീ നേതാക്കളുമായി തിരുവനന്തപുരത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം തന്നെ ഈ പ്ലീഡറുടെ നിയമനത്തിൽ ഗവൺമെന്റ് പ്ലീഡറുടെ നിയമനത്തിൽ വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരു സമയം ചോദിച്ചിരുന്നു. എന്നാൽ ആ സമയം മുഖ്യമന്ത്രി അനുവദിച്ചില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി VD സതീശൻ അനുമതി നൽകാതിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോഴിതാ അതിരൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസിന്റെ വക്താവ് കൂടിയായിട്ടുള്ള VR അനൂപ് പ്രതികരണം നടത്തിയത്. അതായത് ഹിന്ദു ഐക്യവേദി നേതാക്കളോട് അനുഭാവപൂർവമായ സമീപനം സ്വീകരിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ട് കോൺഗ്രസിന്റെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ അനുമതി നൽകിയില്ല എന്നാണ് അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെതിരെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഈ സർക്കാർ എന്ന് പറയുന്നത് ആരുടെയും മാത്രം സ്വത്തല്ല. അതായത് KSU ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ കഠിനമായിട്ട് അധ്വാനിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അധികാരത്തിലേക്ക് എത്താൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം തുടരെയുള്ള വിമർശനങ്ങളായിരുന്നു ഇത്തരത്തിൽ VR അനൂപ് ഈ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ആദ്യം ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ജാതിപ്പേര് ഉപയോഗിച്ച സംഭവത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി ഈ VR അനൂപ് മുഖ്യമന്ത്രിയെ വിമർശിച്ചിരുന്നു. തുടർന്നിങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ ഓരോ ഇടപെടലുകളിലും ശക്തമായിട്ടുള്ള രീതിയിലാണ് വിമർശിക്കുന്നത്. കാരണം നമുക്കറിയാം, സംസ്ഥാനത്ത് ഈ ഉന്നത വകുപ്പുകളിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ RSSന്റെ ആളുകളെ, അല്ലെങ്കിൽ RSS ആളുകൾ, സംഘപരിവാർ ആളുകളെ കുത്തിത്തിരിക്കുന്ന ഒരു നടപടിയാണ് കണ്ടുവരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഗവൺമെന്റ് ലീഡറായിട്ട് സജീവ RSS പ്രവർത്തകനായിരുന്ന DS ശരത്തിനെയാണ് നിയമിച്ചത്. ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ വന്നിരുന്നു. ആ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം VR അനൂപ് ഉൾപ്പെടെ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോഴിതാ വീണ്ടും VR അനൂപ് ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. അത് ഈ മുഖ്യമന്ത്രി VD സതീശൻ ഈ KSUവിനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പെരുമാറിയത്. അത് KSUവിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഉടലെടുത്തിരുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോഴിതാ VR അനൂപ് കൂടി പ്രതികരണം നടത്തുന്നത്. KSU ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകർ അവരുടെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ അധ്വാനത്തിന്റെ വിയർപ്പിന്റെയും വില കാണാതെ പോകരുത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് VR അനൂപ് തന്റെ പ്രസ്താവനയിലൂടെ സൂചിപ്പിക്കുന്നത്. അക്ഷയ്, സാരംഗ്, ഈ പല വിഷയങ്ങളിലും മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ഈ RSS അനുകൂല നിലപാടുകൾ, RSSകാരെ തന്നെ തൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ ആ വിഷയങ്ങളിലടക്കം ഈ ശേഷാദ്രിനാഥിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട നമുക്കറിയാം, KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് PM നിയാസ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാനായിട്ടും ഈ വിഷയം സംസാരിക്കാനായിട്ടും ഒരു അവസരം തേടി മാസങ്ങളായി അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുകയാണ്. ഒരു മാസത്തിലൊക്കെ അധികമായി. ഇത് അലോഷ്യസ് സേവ്യർ സമയം തേടിയിട്ട് അദ്ദേഹത്തിനും സമയം അനുവദിക്കുന്നില്ല. ആ അവസരത്തിൽ അതിനിടയിലാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്ന KP ശശികലയും RV ബാബുവിനെയും പോലെയുള്ള ആളുകൾക്ക് അതേ മുഖ്യമന്ത്രി കാണാൻ അവസരം നൽകുന്നത്. ആ നിലയ്ക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സ്വാഭാവികമാണ്. എങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് ഒരു ചോദ്യം ചെയ്യുന്ന നിലയിലേക്കൊക്കെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ സ്വരങ്ങൾ ഉയരുന്നു എന്നതും സുപ്രധാനമല്ലേ?
തീർച്ചയായിട്ടും അക്ഷയ്, അങ്ങനെ തന്നെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. കാരണം മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള പല നടപടികളിലും ഈ ഒരു RSS വൽക്കരണം നമുക്ക് അത് പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ DS ശരത്തിനെ ഇത്തരത്തിൽ ഗവൺമെൻറ് പ്ലീഡറായി നിയമിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു വലിയ പ്രതിഷേധമുണ്ട്. അത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വർഷങ്ങളായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി അഭിഭാഷകരുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ കേസുകൾ പോലും പണം അല്ലെങ്കിൽ ഫീസോ മറ്റു കാര്യങ്ങളോ ഈടാക്കാതെ വർഷങ്ങളോളം അതിനുവേണ്ടി വാദിക്കുന്നു, കോടതികളിൽ കയറിയിറങ്ങുന്നു. എന്നാൽ അത്തരത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പരിചയസമ്പത്തുള്ള കോൺഗ്രസിൻ്റെ അഭിഭാഷകരൊക്കെ തന്നെ പൂർണ്ണമായും പിന്തള്ളിക്കൊണ്ടാണ് സജീവ RSS പ്രവർത്തകനായിട്ടുള്ള DS ശരത്തിനെ ഗവൺമെൻറ് പ്ലീഡറായിട്ട് നിയമിച്ചിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഒരു വലിയ പ്രതിഷേധം ഉയർന്നു വന്നത്. അതായത് തൃശ്ശൂരിൽ അഭിഭാഷകനായി പഠിക്കുന്ന കാലം മുതൽ തന്നെ ഇത്തരത്തിൽ ഈ ശരത്ത് സജീവ RSS പ്രവർത്തകനായിരുന്നു, ABVPയുടെ നേതാവ് കൂടിയായിരുന്നു. അങ്ങനെ ഒരാളെ കൊണ്ടുവരുമ്പോൾ എന്ത് മാനദണ്ഡമാണ് ഈ സർക്കാർ പാലിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യചിഹ്നം. അതോടൊപ്പം തന്നെ ഇത് സമൂഹത്തിന് എന്ത് ആശയമാണ് പകർന്നു നൽകുന്നത്? തെറ്റായിട്ടുള്ള ഒരു ആശയം പകർന്നു നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തെറ്റുമില്ല. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ നേതാക്കൾ പല മാർഗങ്ങൾ വഴി ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഈ നിലപാടുകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നിന്നുള്ള KSU ജില്ലാ പ്രസിഡന്റ് പോലും മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചു. അതിനു മുന്നേ തന്നെ ഇത്തരത്തിൽ അലോഷ്യസ് സേവ്യറും മുഖ്യമന്ത്രിയെ വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് തിരുത്തേണ്ടതാണ്, അതിനുവേണ്ടി മുഖ്യമന്ത്രിയുമായി സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിൽ പോലും മുഖ്യമന്ത്രി അതിന് ആ കാര്യങ്ങൾക്കൊന്നും യാതൊരു വിലയും കോൺഗ്രസ് KSUവിൻ്റെ ആ ആവശ്യത്തിന് യാതൊരു വിലയും കൊടുത്തില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ അലോഷ്യസ് സേവ്യറിന് ഒരു സമയം അനുവദിച്ചില്ല, അല്ലെങ്കിൽ ഒരു തീയതി അനുവദിച്ചില്ല. പക്ഷേ അതേസമയം തന്നെ തീവ്ര ഹിന്ദുത്വ പ്രചരണങ്ങൾ നടത്തുന്ന, വർഗീയ പ്രസ്താവനകൾ നടത്തുന്ന, വർഗീയത മാത്രം തലച്ചോറിൽ കൊണ്ടു നടക്കുന്ന PK ശശികലയെ പോലെയുള്ള ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളുണ്ട്. അവരുമായി മുഖ്യമന്ത്രി യാതൊരു പ്രശ്നവുമില്ലാതെ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളത് ഈ കോൺഗ്രസിനുള്ളിലെ തന്നെ ആളുകൾക്ക് ഒരു വലിയ ഭയമുണ്ട്. കാരണം ഈ സർക്കാരിൻ്റെ പോക്ക്, മുഖ്യമന്ത്രിയുടെ പോക്ക് എങ്ങോട്ടൊക്കെയാണ്, ഒരു RSS പാളയത്തിലേക്കാണോ ആ ഒരു നീക്കം വരുന്നത് എന്നുള്ള കാര്യമൊക്കെ വലിയ ചർച്ചകളായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ഈ വിഷയം കേന്ദ്രീകരിച്ച് ഇപ്പോഴും സജീവമായ ചർച്ചകളും വിമർശനങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അക്ഷയ്, സാരംഗ്, ഈ ശേഷാദ്രിനാഥിൻ്റെ നിയമനമാകട്ടെ, ഒപ്പം രത്തൻ ഖേൽക്കറിൻ്റെ നിയമനമാകട്ടെ, ഹൈക്കോടതി AGയുടെ നിയമനമാകട്ടെ, ഇതിലെല്ലാം കോൺഗ്രസിൽ നിന്ന് പലതവണ പല വ്യക്തികൾ, പല നേതാക്കൾ, മുതിർന്ന നേതാക്കളടക്കം വിമർശനം ഉന്നയിച്ചതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെയും താൻ സ്വീകരിച്ച നിലപാട് ഒരു ഏകാധിപതിയെ പോലെ അതിൽ നിന്ന് ഒരു പിന്നോട്ടില്ല എന്ന നിലപാടാണ് എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ച് അതൊക്കെ നടപ്പിലാക്കുന്ന ഒരു ഏകാധിപത്യ നിലപാടാണ് വി ഡി സതീശനിൽ നിന്ന് കാണാനായത്. ആ നിലയ്ക്ക് ഈ അനൂപിൻ്റെ വിമർശനവും ഒരു വിമർശനമായി ഒതുങ്ങിപ്പോകും എന്നതിൽ യാതൊരുവിധ സംശയമില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനല്ലേ? തീർച്ചയായും നമുക്കറിയാം, ഈ മുഖ്യമന്ത്രി UDF അത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ഉണ്ടായ ഓരോ കാര്യങ്ങളും, ഓരോ നടപടികളും നമുക്ക് ശ്രദ്ധിച്ചറിയാം. ഒരു ഏകാധിപത്യത്തോടുള്ള ഒരു നടപടികളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്വീകരിച്ചത്. അത് എല്ലാ കാര്യങ്ങളിലും സർക്കാരിൻ്റെ ഉന്നത പദവികളിലേക്കുള്ള നിയമനങ്ങൾ, മറ്റു വിഷയങ്ങൾ എല്ലാത്തിലും അത്തരത്തിലൊരു ഏകാധിപത്യത്തോടു കൂടിയുള്ള ഒരു നടപടി, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സമീപനം കാണാൻ കഴിയുന്നുണ്ട്. അത് വളരെ പ്രകടമായിട്ട് തന്നെ ഈ കോൺഗ്രസിനുള്ളിലുള്ള പ്രവർത്തകർക്ക് പോലും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ, അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെ വരുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് ഇത്തരത്തിൽ ഒരു അവഗണിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി പെരുമാറിയത്.
പറയുന്നത്. യാതൊരു വിധത്തിലും ഇപ്പോഴും ഈ വിഷയം സംസാരിക്കാനായിട്ട്, ചർച്ച ചെയ്യാനായിട്ട് ഒരു സമയം കൊടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ചോദിച്ച ഒരു ചോദ്യമുണ്ട് അക്ഷയ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗവൺമെൻറ് പ്ലീഡറുടെ നിയമനത്തിൽ KSUവിന് എന്ത് കാര്യം എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊന്നും KSU ഇടപെടേണ്ട തന്നെ ഒരു ആവശ്യമില്ല, തീർത്തും അവഗണിക്കുന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ കോൺഗ്രസിനെ മുഖ്യമന്ത്രി VD സതീശൻ അപമാനിച്ചത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കാണുന്ന വാർത്ത കാണുന്ന ഏതൊരാൾക്കും അത് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ മോശമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിലൊന്നും KSUവിന് അല്ലെങ്കിൽ KSUവിന് അഭിപ്രായം പറയേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിലൊരു വർഗീയ ആളുകളെ അല്ലെങ്കിൽ സംഘപരിവാർ ആളുകളെ ഈ വകുപ്പുകളിൽ കുത്തിത്തിരികുമ്പോഴും വലിയ പ്രതിഷേധങ്ങൾ വരുമ്പോഴും ഇതിനെ ഒന്നും വകവയ്ക്കാതെയാണ് മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഉയർന്നു വരുന്നത്. ശരി സാരംഗ്, എന്തായാലും പല ഘട്ടത്തിലും നേരത്തെയൊക്കെ തന്നെ വിമർശനങ്ങൾ ഉയർന്നതാണ്. എങ്കിൽ പോലും താൻ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല, അത് അങ്ങനെ തന്നെ നടക്കും, വിമർശനങ്ങളൊക്കെ ഒരു വഴിക്ക് പോകട്ടെ എന്ന നിലയാണ് മുഖ്യമന്ത്രി പല ഘട്ടത്തിലും സ്വീകരിക്കുന്നത്. ആ നിലയ്ക്ക് അത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു നിലയായിരിക്കും കാണാനായി സാധിക്കുന്നത്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.